കുടുംബശ്രീ ശരത സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭാമ ദേഷ്യത്തിൽ ഷാമിയോട് ചോദിച്ചുകൊണ്ടിരിക്കണേ, പറ സത്യം എന്താണെന്ന് വെച്ചാൽ നീ മര്യാദക്ക് പറഞ്ഞോ. ഈ സത്യഭാമ എന്തു ക്ഷമിക്കും, പക്ഷേ കൂടെ നിന്ന് ചതിക്കുന്നത് ഒരിക്കലും ക്ഷമിക്കില്ല. നിന്നോടല്ലേ പറഞ്ഞത് വാ തുറന്ന് പറയാൻ. അന്നേരം ഷാമ ചോദിക്കണേ, ഞാൻ എന്ത് പറയണമെന്നോ സത്യമ്മ പറയുന്നത്. അന്നേരം ഭാമ പറയണേ, പപ്പി മോളെ നീ പ്രസവിച്ചതല്ലെങ്കിൽ പിന്നെ ആര് പ്രസവിച്ചതാ, ആരാ പപ്പിയുടെ അമ്മ. അന്നേരം ശ്യാമ പറയണേ, അത് ഞാൻ ഫോണിൽ അമ്മയോട് പറയുന്നത് സത്യമ്മ കേട്ടതല്ലേ. പപ്പിമോള് എൻ്റെ മോളല്ല, ഈ വീട്ടിലെ എല്ലാവരുടെ മോളാണെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണോ നീ പറഞ്ഞത്? അതേ സത്യാമ്മേ, അമ്മ കുറേ തവണ എന്നെ വിളിക്കുന്നു മോളോട് നേരിട്ടൊന്ന് ബർത്ത്ഡേ വിഷ് പറയാനായിട്ട്. എന്നാൽ ആ സമയത്തൊക്കെ അവൾ മറ്റാരുടെയെങ്കിലും ഒക്കെ ഒപ്പമായിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. സത്യ ഈ വീട്ടിലെ എല്ലാവരുടെയും മോളാണെന്നുള്ള രീതിയിലാണ് അത് ഞാൻ ഉദ്ദേശിച്ചത്. അത് കേൾക്കുമ്പോഴാണ് ഭാമക്ക് ആശ്വാസമെന്ന്. ഹോ, അതായിരുന്നു നീ ഉദ്ദേശിച്ചത്. ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു നിന്നെ. സോറി മോളെ. പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു. നീ എന്താണെങ്കിലും താഴത്തേക്ക് വാ. അങ്ങനെ പറഞ്ഞ് ഷാമയെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു മോടുക്കുക. ഞാൻ പറഞ്ഞൊന്നും നീ മനസ്സിൽ വെക്കണ്ട കേട്ടോ. ശരി, വേഗം താഴത്തേക്ക് വാ. അങ്ങനെ പറഞ്ഞ് ഭാമ താഴത്തോട്ട് പോകുക. ഈ സമയം ശ്യാമ ആശ്വാസത്തോടെ അവിടെ നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് താഴെ വിഷ്ണുവും രാഘവനും രോഹിത്തും പപ്പിമോളും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലൊക്കെ നിൽക്കുവാണ്. ഈ സമയം കാർത്തിക് അങ്ങ് മാറി നിൽക്കുന്നുണ്ടാവട്ടോ. കാർത്തിക് പറയണേ, ഇവിടെ ഞാൻ മാത്രം ഒറ്റപ്പെട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നു. അങ്ങനെ പറഞ്ഞ് മാറി നിൽക്കുമായിരിക്കും. ഈ സമയം പപ്പി പറയണേ, സത്യം വരുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ട് വരട്ടെ വിഷ്ണു വെച്ചാ. അങ്ങനെ പറഞ്ഞ് പപ്പി പുറത്തേക്ക് പോകുവാണ് കേട്ടോ. പിന്നാലെ തന്നെ കാർത്തികൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ സമയം അവിടേക്ക് ഒരു കാർ വരുവാണ്. അത് കാണുന്നതും സത്യമായിരിക്കും എന്ന് പറഞ്ഞ് ആ കാറിൻ്റെ അരികിലേക്ക് ഓടിപ്പോകുവാണ് പപ്പി. സത്യേ അങ്ങനെ പറഞ്ഞ് സത്യം പറഞ്ഞ് വിളിച്ചുകൊണ്ട് പപ്പിയുടെ കാറിൻ്റെ ഡോറിൻ്റെ അവിടെ തന്നെ നിൽക്കുമായിരിക്കും. ഈ സമയം മധുശ്രീ കാറിൽ നിന്ന് ഇറങ്ങി വരുവാണ് കേട്ടോ. മധുശ്രീയെ കാണുമ്പോൾ തന്നെ പപ്പിമോളുടെ മുഖമൊക്കെ അങ്ങ് മാറുക. അന്നേരം മധുശ്രീ പപ്പിമോളുടെ കവിളി പിടിച്ചിട്ട് വരണേ, ഇതാര് ബർത്ത്ഡേ ഗേളോ. ഈ സമയം പപ്പിയാണെങ്കിൽ കൈ തട്ടി മാറ്റിയിട്ട് ബാഡ് ഗേൾ എന്നും പറഞ്ഞ് ദേഷ്യത്തിലകത്തേക്ക് പോകുവാണ്. ഈ സമയം കാർത്തിക് വിചാരിക്കുക, ഈശ്വര മധുശ്രീ എന്താ ഇവിടെ. എന്നിട്ട് മധുശ്രീ മുമ്പ് പറഞ്ഞ കാര്യങ്ങളും കാർത്തികയെ ഭീഷണിപ്പെടുത്തിയതൊക്കെ ഓർത്ത് ടെൻഷനായി നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ മധുശ്രീ കാർത്തികയുടെ അരികിലേക്ക് എത്തുക. അന്നേരം കാർത്തിക് ചോദിക്കണേ, മധുശ്രീ നീ എന്താ ഇവിടെ. അതേക്കുമ്പോൾ മധുശ്രീ പറയണേ, ഇവിടെ ഒരു പന്തലിടണം, അതിന് അളവെടുക്കാൻ വന്നതാ. നീ അകത്തേക്ക് വാ, എനിക്ക് സംസാരിക്കാനുണ്ട്. അങ്ങനെ പറഞ്ഞ മധുശ്രീ അകത്തേക്ക് കയറി ചെല്ലുവാണ്. ഈ സമയം പപ്പിമോള് ഓടി വരുന്നത് കാണുമ്പോൾ രാഘവൻ ചോദിക്കണേ, എന്തു പറ്റി മോളെ. അന്നേരം പപ്പി പറയാ, ആ ബാഡ് ഗേൾ വന്നിട്ടുണ്ട്. ആര്, മധുശ്രീയോ? അവൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്. ഈ സമയം മധുശ്രീ അകത്തേക്ക് കയറി വരുവാണ് കേട്ടോ. അന്നേരം രാഘവൻ ചോദിച്ചേ, നിന്നാരാ ഇപ്പം ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത്. ഈ സമയം മുകളിൽ നിൽക്കുന്ന ഭാമയും താഴത്തേക്ക് വരുവാണ്. അങ്ങനെ ഭാമയെ കാണുന്നതും മധുശ്രീ പറയണേ, ദൈവം ക്ഷണിച്ചിട്ടാണോ നമ്മളെല്ലാവരും അമ്പലത്തിൽ പോകുന്നത്. എൻ്റെ ആരാധനാമൂർത്തിയായ ഈ സത്യാമ്മയെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സത്യാമ്മേ. അങ്ങനെ പറഞ്ഞ മധുശ്രീ ഭാമയുടെ കാലിൽ ചെന്ന് വീഴുവാണ്. ഈ സമയം രാഘവൻ പറയണേ, ഭാമേ ഇവളോട് ഇവിടുന്ന് പോകാൻ പറ. അന്നേരം ഭാമ പറയണേ, അവളും പങ്കെടുക്കട്ടെ രാഘവേട്ടാ. ഇന്നത്തെ ദിവസം ശത്രുതയൊക്കെ മാറ്റി എല്ലാവരെയും നമ്മൾ ക്ഷണിക്കുകയും കൂടെ നിർത്തുകയും ചെയ്യുന്നതല്ലേ, അപ്പം മധുശ്രീ നിൽക്കട്ടെ എന്നേ. അത് കേൾക്കുമ്പോൾ രാഘവൻ പിന്നെ ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് കേട്ടോ. ഈ സമയം മധുശ്രീ വരണേ, ഇതാണ് സത്യാമ്മയുടെ ഹൃദയവിശാലത. എൻ്റെ മനസ്സിൽ ഒരു വലിയ വിഗ്രഹം സത്യാമ്മ എന്നും ഓരോ തീരുമാനവും കൃത്യവും നിഷ്ഠവുമായിട്ടെടുക്കും. ഈ സമയം പൊന്നി സത്യമ്മയുടെ ചെവി പറയണേ, സത്യാമ്മേ ഇവളീ പറയുന്നത് സത്യാമ്മനെ കളിയാക്കിക്കൊണ്ടല്ലേ. ആണോ, എനിക്കങ്ങനെ തോന്നിയില്ലല്ലോ. ആന്നേ സത്യാമ്മേ, ഈ മൂർത്തിന്നും വിഗ്രഹമാണ് സത്യാമ്മ എന്നൊക്കെ പറഞ്ഞില്ലേ. വിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ, കരിങ്കല്ലല്ലേ. സത്യാമ്മ കരിങ്കല്ലിൻ്റെ മനസ്സിൻ്റെ ഉടമയാണെന്നല്ലേ അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം. ഓ അങ്ങനെയാണല്ലേ. അതേ സത്യാമ്മേ, അവൾ സത്യാമ്മയെ മനഃപൂർവ്വം കളിയാക്കിക്കൊണ്ടിരിക്കുക. ഈ സമയം അവിടുത്തെ ഫ്ലെക്സ് കണ്ടിട്ട് മധുശ്രീ ചോദിക്കണേ, ഹാപ്പി ബർത്ത്ഡേ പത്മിനി ആൻഡ് സത്യ. അല്ല സത്യാമ്മേ, ആരായി സത്യ. അതേക്കുന്നത് പൊന്നി സത്യാമ്മയോട് ചെവി പറയണേ, കണ്ടില്ലേ സത്യാമ്മേ, സത്യാരാണെന്ന് അവൾക്കറിയാത്ത പോലെ ചോദിക്കുന്നത് കേട്ടില്ലേ. നീ പറയുന്നത് ശരിയാ. എന്നിട്ട് സത്യാമ്മ പറയണേ, അതെ മധുശ്രീ, ഇവിടെ പാർട്ടിയിൽ പങ്കെടുക്കാൻ വന്ന സ്ഥിതിക്ക് ഞങ്ങൾ മുറിക്കുന്നൊരു കേക്ക് കഷ്ണവും കഴിച്ച് മധുശ്രീക്ക് ഇവിടുന്ന് പോകാം. കൂടുതൽ ചോദ്യം പറച്ചിലൊന്നും വേണ്ട. അത് കേൾക്കുമ്പോൾ വിഷ്ണുവും രാഘവനും ഒക്കെ ചിരിച്ചുകൊണ്ട് മധുശ്രീയെ നോക്കുവാണ്. അങ്ങനെ മധുശ്രീയും ഭാമയുടെ മുമ്പിൽ ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് മധുശ്രീ പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ. അന്നേരം കാർത്തികേയനെ നോക്കിയിട്ട്, നീ പുറത്തേക്കോ, കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പതിയെ ചെവി പറയുവാണ്. അങ്ങനെ മധുശ്രീയുടെ പിന്നാലെ കാർത്തികേയൻ പുറത്തേക്ക് പോകുക. മധുശ്രീ എന്തിനാ നീ എന്നെ വിളിച്ചത്, എന്താ നിൻ്റെ ഉദ്ദേശം. അന്നേരം മധുശ്രീ പറയണേ, നീയായിട്ട് തന്നെയാണ് എന്നെ ഇങ്ങോട്ട് വരുത്തി വെച്ചത്. നിനക്ക് തീരെ അനുസരണയില്ല. നിന്നെ ഓരോ പ്രാവശ്യം കാണിക്കുമ്പോഴും ഞാൻ ഇത് വീണ്ടും ഓർമ്മിക്കുന്നതാ. എന്നിട്ടും നിനക്ക് എന്നൊരു ഭയവും ഇല്ല അല്ലേ.
ഞാൻ പറയുന്ന ഒരു കാര്യം പോലും നീ അനുസരിക്കുന്നില്ല. അന്നേരം കാർത്തിക് പറയണേ, അല്ല ഈ ബർത്ത്ഡേ പാർട്ടീൻ്റെ കാര്യമാണോ നീ ഉദ്ദേശിച്ചത്? 2 ചെറിയ കുട്ടികളെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു, അതിപ്പോൾ അത്ര വലിയ കാര്യമില്ലല്ലോ, അതാ നിന്നെ വിളിച്ച് ഞാൻ പറയാഞ്ഞത്. അന്നേരം മധുശ്രീ പറയണേ, നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ ഈ വീട്ടിൽ ഒരു ഇല അനങ്ങിയ അത് ഞാൻ അറിയണമെന്ന്. ഇത് വെറുമൊരു ബർത്ത്ഡേ പാർട്ടിയാണെന്ന് ആര് പറഞ്ഞു? ഇന്നിവിടെ ചിലരൊക്കെ വീഴാൻ പോകുക. ഈ വീടിൻ്റെ മുറ്റത്ത് ഇന്ന് ചില ശവങ്ങൾ വീഴും. മധുശ്രീ, നീ എന്തൊക്കെയാണ് പറയുന്നത്? നീ ആരുടെ കാര്യം ഉദ്ദേശിച്ചത്? ആരുടേടെന്നൊന്നും ഞാൻ തീരുമാനിച്ചില്ല. ചെറുതായാലും വലുതായാലും എനിക്കൊരു കുഴപ്പമില്ല. ഇത് കേൾക്കുമ്പോൾ തന്നെ നീ ഇങ്ങനെ ടെൻഷനാവല്ലേ? ഈ കൊലപാതകം ചെയ്യാൻ പോകുന്നത് തന്നെ നീയാ? ഞാനോ എന്ന് പറഞ്ഞ് ടെൻഷനോട് കൂടി നിൽക്കുവാണ് കേട്ടോ കാർത്തിക. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലെത്തുന്ന ജയശങ്കറിനെയാണ്. അങ്ങനെ ജയശങ്കർ കാർത്തികയുടെ ഫോട്ടോ ഒക്കെ കാണിച്ച് പോലീസിനോട് പറയണേ. അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ കേട്ട് കഴിഞ്ഞ് പോലീസ് ചോദിക്കണേ, അല്ല ഈ കുട്ടിയുടെ വീട് കോഴിക്കോടല്ലേ? പിന്നെ കോഴിക്കോടുള്ള ഈ കുട്ടീനെ ഇവിടെ എന്തിനാണെന്ന് അന്വേഷിക്കുന്നത്? അവിടുത്തെ സ്റ്റേഷനിലല്ലേ മിസ്സിംഗ് കേസ് ഫയൽ ചെയ്യേണ്ടത്? അന്നേരം ജയശങ്കർ പറയണേ, അവിടെ മിസ്സിംഗ് കേസ് ഫയൽ ചെയ്തതോ സാർ? ഇവിടെ തിരുവനന്തപുരത്തെ റെയിൽവേ സ്റ്റേഷനിൽ അവൾ വന്നിറങ്ങുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ പോലീസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ പേരിലാണ് ഞാൻ ഈ നാട്ടിലെത്തിയതും കുറച്ച് നാളായിട്ട് ഇവിടെ എത്തിയിട്ട് ഒരു ഹോട്ടലിൽ താമസിച്ച് അവൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ്. ഇവിടുത്തെ ഒരു അമ്പലത്തിൽ വെച്ച് തന്നെ അവളെ ഞാൻ കണ്ടു കഴിഞ്ഞു. എന്നിട്ട് ആ സ്റ്റേഷനിൽ ഞാൻ കൊണ്ടുപോയി പരാതിയും കൊടുത്തതാ. അന്നേരം അവരാ പറഞ്ഞത് അമ്പലം വരുന്നത് അവരുടെ സ്റ്റേഷനിലല്ലെന്നും അതുകൊണ്ട് അവർക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലെന്നും അതുകൊണ്ടാണ് ഈ സ്റ്റേഷനിലേക്ക് വന്നത്. അന്നേരം അവിടുത്തെ സേവരന്, എടോ ഇവിടെ ഈ സ്റ്റേഷനിൽ ഇപ്പം തന്നെ കുറേ പൊല്ലാപ്പ് കേസ് കെട്ടുകളായിട്ട് നടക്കുക, അതിൻ്റെ ഇടയിൽ കൂടിയ തൻ്റെ ഈ കേസ്. ഈ സമയത്ത് ഒരു പോലീസുകാരനും ഒരു ഓട്ടോ ഡ്രൈവറെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങോട്ടേക്ക് വരുമായിരിക്കും. എന്താ ഇയാളുടെ പ്രശ്നം? അന്നേരം ആ പോലീസുകാരൻ പറയണേ, ഇയാൾ മദ്യപിച്ച് വണ്ടി ഓടിച്ചൊരു ബൈക്കുകാരനെ ഇടിച്ചിട്ടു. ഓ അത് ശരി, അങ്ങനെയാണോ? ഇയാളെ സെല്ലിനകത്തേക്ക് അടച്ചിട്ട്. അങ്ങനെ ആ ഓട്ടോക്കാരനും കൂടി പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും കേട്ടോ ആ ഓട്ടോക്കാരൻ ജയശങ്കറിൻ്റെ കയ്യിലിരിക്കുന്ന ഫോട്ടോ കാണുന്നത്. അല്ല ഈ പെൺകുട്ടി എന്ത് തെറ്റാ ചെയ്തത് സാറേ? ഈ പെൺകുട്ടി എനിക്കറിയാം. അതേക്കുമ്പോൾ ജയശങ്കർ ചോദിക്കണേ, ഈ കുട്ടിയെ തനിക്കറിയാമെന്നോ? അതെ അറിയാം. എവിടെ വെച്ചാണ് കണ്ടത്? എവിടെ ഈ കുട്ടി താമസിക്കുന്നതെന്നറിയോ? അന്നേരം ആ ഓട്ടോക്കാരൻ പറയണേ, എന്നെ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തതെന്ന് ഞാൻ പറയാം. അന്നേരം അവിടുത്തെ അയാൾ വരട്ടുവാണ് കേട്ടോ. ആ സമയം ആ ഓട്ടോക്കാരൻ പറയണേ, വേണ്ട ഞാൻ പറഞ്ഞോളാം. അങ്ങനെ അന്ന് കാർത്തിക അയാളുടെ ഓട്ടോയിൽ കയറിയ കാര്യവും സത്യമ്മയുടെ വീട്ടിലേക്കാണ് പോകേണ്ടതെന്നൊക്കെ പറഞ്ഞ കാര്യമൊക്കെ പോലീസിനോട് പറയുക. അന്നേരം അയാൾ ചോദിക്കുന്നുണ്ട്, അല്ല സത്യമ്മയുടെ ആരാ? അതിന് സത്യമ്മയുടെ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. ഓ എന്നാൽ ശരി. അങ്ങനെ പറഞ്ഞ് അയാൾ ഓട്ടോ ഓടിച്ച കാര്യമൊക്കെ അവരോട് പറയുവാണ് കേട്ടോ. ഈ സമയം ജയശങ്കർ ചോദിക്കണേ, സത്യാമ്മയോ? അതാരാ? അന്നേരം സേവരണേ, അത് നേരിട്ട് കാണാം. അല്ല സത്യമ്മയുടെ വീടിൻ്റെ അവിടെയാണോ ഇറക്കിയത്? ഗേറ്റിൻ്റെ അവിടെ ഇറക്കിയത്. എന്നിട്ട് ആ വീട്ടിലേക്ക് കയറുന്നത് എത്താൻ കണ്ടോ? അതൊന്നും ഞാൻ കണ്ടില്ല. അപ്പോഴേക്കും ഞാൻ പോയി. എന്നാൽ ശരി, ഇയാളെ കൊണ്ടുപോക്കോ. ജീപ്പ് എടുക്കാൻ പറ, നമുക്കിപ്പോൾ തന്നെ പോകാം എന്ന് പറഞ്ഞ ജയശങ്കറിൻ്റെ ഒപ്പം പോലീസുകാർ അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ശാലിനിയും പപ്പിയും കൂടി ബാമയുടെ വീട്ടിലെത്തുന്നതാണ് കേട്ടോ. അങ്ങനെ ശാലിനി കാറിൽ നിന്ന് ഇറങ്ങുവാണ്. പിന്നീട് കാണിക്കുന്നത് ശാലിനിയും സത്യയും കൂടി കാറിൽ ബാമയുടെ വീട്ടിലെത്തുന്നതാണ് കേട്ടോ. അങ്ങനെ ശാലിനി കാറിൽ നിന്ന് ഇറങ്ങി 2 കവർ സത്യയുടെ കൈ കൊടുക്കുക. മോളെ ഇതിൽ ഒരെണ്ണം നിനക്കുള്ളതാ, ഒരെണ്ണം പപ്പിക്കുള്ളതാ, മോൾ അകത്ത് ചെന്ന് കൊടുക്ക്. അല്ല അപ്പം അമ്മ വരുന്നില്ലേ? ഇല്ല മോളെ, നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്, അമ്മ കാറിൽ ഇരുന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തോളാം. അമ്മേ ഇന്നത്തെ ദിവസങ്ങളിൽ മീറ്റിംഗ് ഒക്കെ മാറ്റി വെച്ചൂടെ? മോളെ അമ്മ കളക്ടറല്ലേ, തിരിച്ചോളി, തിരക്കുള്ളതുകൊണ്ടാ, മോള് ചെല്ലും. ശരിയമ്മേ. അങ്ങനെ പറഞ്ഞ് സത്യ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ശാലിനി സങ്കടത്തോടെ ബാമ ശാലിനിയെ അവിടെ നിന്ന് ഇറക്കി വിട്ട ആ ഒരു സംഭവമൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് കാറിൻ്റെ അവിടെ തന്നെ നിൽക്കുവാണ് കേട്ടോ. ഇതേ സമയം സത്യ അകത്തേക്ക് വന്ന് പപ്പി എന്നും പറഞ്ഞ് പപ്പി ഓടി വന്ന് കെട്ടിപ്പിടിക്കുവാണ്. ഈ സമയം വിഷ്ണു രാഘവനൊക്കെ പുറത്തേക്ക് ശാലിനി വന്നൊന്നിങ്ങനെ എത്തി നോക്കുവാണ് കേട്ടോ. ഈ സമയം രാഘവൻ ചോദിക്കുന്നുണ്ട്, അല്ല മോളുടെ അമ്മ വന്നില്ലേ? വന്നിട്ടുണ്ട്, പുറത്ത് കാറിലിരിക്കുക, അമ്മക്കൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ടെന്ന്. അത് കേൾക്കുമ്പോൾ വിഷ്ണുവിനും രാഘവനും ഒക്കെ ഒരു നിരാശ തോന്നുവാണ്. ഈ സമയം ഭാമ മനസ്സിൽ പറയണേ, അത് നന്നായി അവൾ വരാഞ്ഞത്, അല്ലെങ്കിൽ ഇന്ന് ശത്രുതയൊക്കെ മാറ്റി വെച്ച കാരണം അവൾ വീടിൻ്റെ അകത്തേക്ക് കയറ്റേണ്ടി വന്നാനേ. ഇതേ സമയം വീടിൻ്റെ പുറത്ത് ആ കാറിൻ്റെ അവിടെ തന്നെ നിൽക്കുന്ന ശാലിനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതേപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്